കർഷകന്റെ കണ്ണീരാണ്. പാലക്കാട്ടെന്നോ മലയാറ്റൂരെന്നോ വയനാടെന്നോ ഇടുക്കിയെന്നോ ഒന്നും ഒരു ഭേദവുമില്ല. സർവസ്വവും നിക്ഷേപിക്കുന്ന കൃഷിയിടങ്ങളിൽ കർഷകന്റെ ചോരയും പൊടിയുകയാണ്. നിരാലംബരായി കടക്കണിയിൽ അകപ്പെടുന്നു. ജീവിത പ്രതിസന്ധിയിൽ വന്യമൃഗപ്പേടിയാണ് കേരളമെങ്ങും. കർഷകർ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം പലർക്കും അത്ര ബോധ്യമില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും നാമമാത്രമാണ് നഷ്ടപരിഹാരം. വന്യജീവികളെ തുരത്താൻ ഭൂരിപക്ഷം ഇടങ്ങളിലും ശാസ്ത്രീയ മാർഗങ്ങളേയില്ല. ബജറ്റിലെ നീക്കിയിരിപ്പ് പോലും പേരിന് മാത്രമാണ്. ഒരു വർഷം പൊരിയുന്നത് 100ഓളം ജീവനും. കർഷക ജീവിത പ്രതിസന്ധിയാണ് ഇന്ന് 2-4 ചർച്ച ചെയ്യുന്നത്. കർഷകരുടെ കണ്ണീർപ്പാടങ്ങൾ. മലയാറ്റൂരിൽ ആനക്കൂട്ടത്തെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയായിരുന്നു കർഷകർ. റബ്ബർ ഉൾപ്പെടെ വിളകൾ നശിപ്പിക്കുന്നത് അവിടെ പതിവാണ്. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ കാട്ടാനക്കൂട്ടത്തോടൊപ്പം നാട്ടിലെത്തിയ കുട്ടിയാന കിണറ്റിൽ വീണുപോയത്. കർഷകരുടെ ഭാഗത്തു നിന്ന് വനം വകുപ്പിനെതിരെ രോഷപ്രകടനം ഉണ്ടായെങ്കിലും ആനയെ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ അവരും ഭാഗമായി എന്നതുകൂടി നാം കാണണം. പ്രദീപ് ജോസഫാണ് വിവരങ്ങളുമായി ചേർന്നത്. പ്രദീപ്, വലിയൊരു ദൗത്യമായിരുന്നു. ഇത്തരം ദൗത്യങ്ങൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ആനക്കുട്ടിയെ ജീവനോടെ പുറത്തേക്ക് എത്തിക്കാനായി അത് കാട് കയറും. ആനക്കൂട്ടത്തിനൊപ്പം ചേരുമെന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കാം. അതേസമയം ഈ ദൗത്യം ഇങ്ങനെ പലയിടത്തായി ഇത്തരം ദൗത്യങ്ങൾ നടക്കുമ്പോഴും കർഷകരുടെ അവസ്ഥ അങ്ങേയറ്റം മോശമാണ്. ഈ മലയാറ്റൂർ മേഖലയിലെ കർഷകരുടെ സ്ഥിതി എന്തായിരുന്നു? സ്ഥിരമായി ഇവിടെ ആനയിറങ്ങുന്ന സ്ഥലമാണോ? അങ്ങനെ വന്ന ആനക്കൂട്ടത്തിലൊന്നല്ലേ ഇവിടെ ഈ കിണറ്റിൽ വീണു പോയത്? അതെ രതീഷ്, കർഷകർ പറയുന്നത് തന്നെ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. തങ്ങളെ ഈ വന്യമൃഗങ്ങളിൽ നിന്ന് ആരെ രക്ഷപ്പെടുത്തുമെന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. പുലർച്ചെ ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് ഏതാണ്ട് 2 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആനക്കുട്ടി മലയാറ്റൂർ ഇല്ലിത്തോടിനടുത്ത് മഹാഗണി തോട്ടത്തിലെ റബ്ബർ തോട്ടത്തിലെ പൊട്ടക്കിണറ്റിൽ വീണത്. രാവിലെയാണ് ഈ വിവരം നാട്ടുകാർ അറിയുന്നത്. പോലീസ് എത്തി, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി. പക്ഷേ ഈ ആനക്കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ആനക്കൂട്ടം പരിസരത്ത് തന്നെ തമ്പടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ സാധിച്ചില്ല. പിന്നീട് കൂടുതൽ ആളുകൾ എത്തി പടക്കം പൊട്ടിച്ചും പാട്ട് കൊട്ടിയും മറ്റും ശബ്ദമുണ്ടാക്കി ഈ ആനക്കൂട്ടത്തെ വനമേഖലയിലേക്ക് തന്നെ തുരത്തി. ഈ റബ്ബർ തോട്ടം കഴിഞ്ഞാലുടൻ വനമേഖലയാണ്. അങ്ങനെ വനത്തിലേക്ക് കടത്തി പിന്നീടാണ് JCB മറ്റും ഉപയോഗിച്ച് ആനക്കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം തുടങ്ങിയത്. വളരെ കുറഞ്ഞ വിസ്തൃതിയുള്ള വാവട്ടം ഇടുങ്ങിയ ഒരു പൊട്ടക്കിണറാണ്. അതുകൊണ്ട് തന്നെ കാട്ടാനയ്ക്ക് അതിനുള്ളിൽ നേരാവണ്ണം നിൽക്കാൻ പോലും കഴിയുമായിരുന്നില്ല. മാത്രമല്ല തുമ്പിക്കൈയിൽ ഒരു മുറിവും കാണപ്പെട്ടു. കിണറ്റിലേക്ക് വീണ സമയത്ത് ഉണ്ടായതായിരിക്കാം എന്ന് കരുതുന്നു. അതേസമയം ഈ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കിണറിന്റെ വക്കിടിക്കുന്നതിന് JCB കൊണ്ടുവരുന്ന സമയത്ത് മറ്റുമാണ് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത്. ഈ കാട്ടാന ശല്യത്തെപ്പറ്റി കാലങ്ങളായി പറയുന്നുവെങ്കിലും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ. പ്രദീപ്, വളരെ വിശാലമായ വനമേഖല അവിടെ ഉണ്ട്. അതിന് സമീപത്താണ് ഈ കൃഷിയിടങ്ങളും ഒക്കെ ഉള്ളത്. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കേരളത്തിൽ ആനയുള്ളത് ആ മേഖലയിലെ വനത്തിനുള്ളിലായിരിക്കാം. നല്ല ആവാസ വ്യവസ്ഥിതിയാണ് ആനയ്ക്കും മറ്റും അവിടെ കഴിയുന്നതിന്. സാധാരണ നിലയിൽ അവ പുറത്തേക്ക് വരേണ്ട സാഹചര്യമില്ല എന്നാണ് അവിടെയുള്ള ആളുകളൊക്കെ പറയാറ്. എങ്കിലും ഇപ്പോൾ ഈ സമീപകാലത്തായി ആനയിറങ്ങുന്നത് കൂടുന്നു. കടുവയും പുലിയും കാട്ടുപോത്തും ഒക്കെ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നു. വയനാട്ടിലെയും ഇടുക്കിയിലെയും മറ്റ് മലയോര മേഖലയിലെയും കാര്യങ്ങൾ നമ്മൾ പറയുന്നതിനൊപ്പം തന്നെ മലയാറ്റൂരും ഒരു പ്രധാനപ്പെട്ട സ്പോട്ടായി മാറുകയാണോ? കർഷകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണോ? തീർച്ചയായും വന്യമൃഗശല്യം ഏറെയുള്ള മേഖലയാണ് മലയാറ്റൂർ. അതുപോലെ മലയാറ്റൂരിനടുത്ത് കോടനാട്, കുറച്ചു മാറിയാൽ കോതമംഗലത്തിന്റെ വനമേഖലകൾ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ തന്നെ ഇവിടെയൊക്കെ നല്ല കാർഷിക ഭൂമി കൂടിയാണ്, ഫലഭൂഷ്ടമായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കാട്ടാന ഇറങ്ങി ഈ കാർഷിക വിളകൾ ഒന്നടങ്കം നശിപ്പിക്കുന്ന കാഴ്ചയാണെന്ന് കർഷകർ പറയുന്നു. പ്രധാനമായും റബ്ബർ മരങ്ങൾ പലതും ഒടിച്ചു കളയുന്നു. ഇന്നിപ്പോൾ കാട്ടാനിറങ്ങിയ പ്രദേശത്തെ റബ്ബർ തോട്ടത്തിൽ നമ്മൾ നിന്ന പ്രദേശത്തിനടുത്ത് തന്നെ നിരവധി റബ്ബർ തൈകൾ നശിപ്പിച്ച് ഒടിച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നു. അതുപോലെ തന്നെ കാട്ടാന മാത്രമല്ല കാട്ടുപന്നി, മറ്റ് ക്ഷുദ്രജീവി
വന്യജീവികളിലും ഒക്കെ ശല്യം ഈ പ്രദേശത്ത് രൂക്ഷമാണ്. ഏത് വസ്തു നട്ട് വിളവെടുക്കാൻ ചെന്നാലും വിളവ് പൂർണ്ണമായും കിട്ടാത്ത അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. ഇത് മാത്രമല്ല, ഈ പ്രദേശവാസികളുടെ ദൈനംദിന ജീവിതത്തെ പോലും ഈ വന്യജീവി ശല്യം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം കുട്ടികൾക്കൊറ്റയ്ക്ക് രാവിലെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, റബ്ബർ ടാപ്പിങ്ങിന് പോകാൻ പറ്റുന്നില്ല, പശുവിൻ പാലുമായി കടകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അത്തരമൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, പല വീടുകളിലും ഒരാളെങ്കിലും ഉറങ്ങാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് രാത്രി സമയത്ത്. കാരണം വന്യജീവികൾ, പ്രത്യേകിച്ച് കാട്ടാന എത്തുന്നുണ്ടെങ്കിൽ അതിനെ തുരുത്തി ഓടിക്കാൻ വേണ്ടി പടക്കം പൊട്ടിക്കാനോ പാട്ട കൊട്ടാനോ ഒക്കെയായി ഓരോ വീടുകളിലും ഒരാളെങ്കിലും ഉണർന്നിരിക്കുന്ന ഒരു കാഴ്ച പോലും ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അത്രമാത്രം ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു. അതേസമയം ഇന്ന് കാട്ടാന ഇറങ്ങിയ പ്രദേശത്ത് തന്നെ ഫെൻസിങ്ങിന് വേണ്ടി ഏതാണ്ട് 2.5 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. പക്ഷേ ആ പണം ഇതേവരെ താഴെത്തട്ടിലേക്ക് വന്നിട്ടില്ല, വിനിയോഗിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിലായിരുന്നു ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് അവരുടെ പ്രതികരണം. അതേസമയം പലയിടത്തെയും സ്ഥിതി അതുതന്നെയാണ്. പണം അനുവദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്, പക്ഷേ ഫലപ്രദമായ ശാസ്ത്രീയമായ ഇടപെടലുകൾ എന്തേ ഉണ്ടാകാതെ പോകുന്നു എന്ന ചോദ്യമാണ് കർഷകർ ഉന്നയിക്കുന്നത്. അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഗൗരവതരമായ ഇടപെടലുകൾ ഉണ്ടാകാതെ പോകുന്നത് എന്ന ചോദ്യമാണ് കർഷകരുൾപ്പെടെ ഉന്നയിക്കുന്നത്. ഇന്ന് പാലക്കാട് പുതുശ്ശേരിയിൽ വീണ്ടും ആന ഇറങ്ങിയെന്നൊരു വാർത്ത കൂടിയുണ്ട്. വേനോലി പുളിയം പത്തിയിൽ കൊയ്യാറായ പാടശേഖരത്തിലാണ് ആന ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസവും ഇവിടെ ആന ഇറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിച്ചിരുന്നു. ഇന്ന് കൃഷ്ണകുമാർ രാമസ്വാമി എന്നീ കർഷകരുടെ നെൽകൃഷിയാണ് ആന നശിപ്പിച്ചത്. 2 ആനകളാണ് എത്തിയത് എന്ന് കർഷകർ പറയുന്നു. നിരവധി ദിവസങ്ങളായി ഈ മേഖലയിൽ ആനശല്യം തുടരുകയാണ്. ഗൗരവതരമായ ഈ വിഷയം നമ്മൾ ഇന്ന് 2-4 പരിശോധിക്കുകയാണ്. അലക്സ് ഒഴുകയിൽ കിഫ ചെയർമാൻ നമുക്കൊപ്പം ഉണ്ട്. ശ്രീ ശിവരാജിനെയും കർഷക കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ അലക്സ് ഒഴുകയിൽ, ഗൗരവതരമായി കർഷകരുടെ ജീവൻ നഷ്ടമാകുന്നത്, കൃഷി വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നത്, അത് നമ്മുടെ സമൂഹമോ സർക്കാരോ ഇതുവരെയും ഉൾക്കൊണ്ടിട്ടുണ്ടോ? രതീഷ് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കാം. അത് ഇല്ല എന്നുള്ളതാണ് രതീഷ് അതിൻ്റെ ഉത്തരം. ഇതിപ്പോ ഇന്നിപ്പം തന്നെ ഒരു 3 ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്തു. ഇപ്പൊ ഹൈ പ്രൊഫൈൽ ഇൻസിഡന്റുകളാണ് ഇന്നിപ്പം ആന കിണറ്റിൽ വീണതും, വയനാട്ടില് ആന ആക്രമിച്ച ഒരാൾ പരിക്കേറ്റു, അയാളെ എയർലിഫ്റ്റ് ചെയ്ത് കോഴിക്കോട് എയർപോർട്ടിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്നു. അതുപോലെ പാലക്കാട് ആന ഇറങ്ങി എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ രതീഷ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മലയാറ്റൂർ ഒരു ഹോട്ട്സ്പോട്ടായിട്ട് മാറുകയാണോ എന്നൊരു ചോദ്യം. ഉത്തരം മലയാറ്റൂർ മാത്രമല്ല, കേരളം മുഴുവൻ വന്യജീവി ആക്രമണങ്ങളുടെ ഒരു ഹോട്ട്സ്പോട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഉത്തരം. കാരണം ഈ വർഷം തന്നെ, അതായത് ഇന്നിപ്പം ഫെബ്രുവരി 15 ഡേറ്റ്, ഈ 45 ദിവസത്തിനുള്ളിൽ 5 ആളുകളെയാണ് ആന കൊന്നിരിക്കുന്നത്. 3 പേരെ ഇടുക്കിയിൽ, 2 പേര് വയനാട്ടില്. പരിക്കേറ്റ ആൾ ഇന്നത്തെ അടക്കം പരിക്കേറ്റ ആളുകൾ നിരവധി. അതുപോലെ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്പോട്ട് ഇല്ലാതെ കേരളം മുഴുവൻ ഹോട്ട്സ്പോട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം, അതിന്റെ പരിഹാര മാർഗങ്ങളിൽ കൃത്യമായിട്ട് പരിഹാര മാർഗങ്ങളുണ്ട്. അത് ഷോർട്ട് ടൈം മെഷേഴ്സ് ഉണ്ട്, ലോങ് ടൈം മെഷേഴ്സ് ഉണ്ട്. ഇതിലൊന്നിനും യാതൊരു താല്പര്യവുമില്ലാതെ കയ്യും കെട്ടി മാറി നിൽക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് ആണ് ദൗർഭാഗ്യവശാൽ കേരളത്തിലുള്ളത്. ഒരുപക്ഷെ ശ്രീ അലക്സ് ഒഴുകിയിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ആയിരിക്കും ഈ കാലഘട്ടത്തിൽ ഈ മനുഷ്യ വന്യജീവി ഏറ്റുമുട്ടൽ. 909 പേർ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ അവർക്ക് വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. 50,000 പേർക്ക് പലവിധ സംഭവങ്ങളിലായി പരിക്ക് പറ്റിയിട്ടുണ്ട്. അത്രയും ഗൗരവതരമായ കണക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെ 4-1 ഗൗരവം പോലും ആരും ഈ വിഷയത്തിൽ കാണിക്കുന്നില്ല എന്നത് വളരെ പ്രധാനമാണ്. താങ്കൾ സൂചിപ്പിച്ച പോലെ 1-2 സംഭവങ്ങൾ മാത്രമാണ് ഇന്നത്തെ നമ്മൾ പറയുന്നത്. നമ്മൾ പറയാത്ത എത്രയോ സംഭവങ്ങളുണ്ട്. പുൽപ്പള്ളിയിൽ അക്രമകാരിയായ കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ഓർഡർ ഇന്ന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല കർഷകരുടെയും വളർത്തുമൃഗങ്ങളെ പിടിച്ചുകൊണ്ടുപോയ മൃഗമാണ്, അതിനെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വയനാട്ടിൽ ഒരു വനംവകുപ്പ് ജീവനക്കാരനെ ആക്രമിച്ചു. അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഇടുക്കിയിൽ BL റാവിൽ എപ്പോഴും കാട്ടാന ആക്രമണത്തിന്റെ കഥകൾ കേൾക്കുന്ന അവിടെ ഒരു സ്ത്രീ ആനയെ കണ്ട് ഓടി അവർ വീണു, അവർക്ക് കാര്യമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. പാലക്കാട്ട് കർഷകർക്ക് നെല്ല് കൊയ്യാൻ വയലിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ എത്രയെത്ര സംഭവങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബജറ്റിലടക്കം ആ ഒരു പരിഗണന കിട്ടാതെ പോകുന്നത്? ഇത് നിസ്സാരമായി പ്രാദേശികമായ ചെറിയ ചെറിയ വിഷയങ്ങൾ എന്ന തരത്തിൽ ലഘൂകരിക്കപ്പെട്ടു പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ രീതിയിലാണ് ഇത് പോകുന്നത്. എന്ന് മാത്രമല്ല, ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. അതിൽ കിഫ ഈ വയനാട്ടിലെ കേസിൽ കടുവയുടെ കാര്യത്തിലും ആനയുടെ കാര്യത്തിലും കിഫ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. അതായത് കളക്ടർക്ക് ജില്ലയുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന നിലയിൽ അടിയന്തരമായിട്ട് എടുക്കാൻ പറ്റുന്ന ചില നടപടികളുണ്ട്. CRPC 133(1) പ്രകാരം കൊലയാളികളായിട്ടുള്ള ആനയോ മറ്റേത് മൃഗത്തെ വെടിവെച്ച് കൊല്ലാൻ കളക്ടർക്ക് ഉത്തരവിടാൻ പറ്റും. ഇതിനു മുമ്പ് അങ്ങനെ ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കളക്ടർ അധികാരം പ്രയോഗിക്കണമെന്നൊരു സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്.
അത് എല്ലാ കളക്ടർമാർക്കും, വയനാട് കളക്ടർക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കളക്ടർമാർക്കും സബ് കളക്ടർമാർക്കും ആ ഒരു നിർദ്ദേശം ഗവൺമെന്റ് തലത്തിൽ ഭരണതലത്തിൽ കൊടുക്കണം. കാരണം രാഷ്ട്രീയ നേതൃത്വം അനുമതി കൊടുക്കാത്തത് കൊണ്ടാണ് കളക്ടർമാർ അനങ്ങാത്തത്, അധികാരം ഇല്ലാത്തതുകൊണ്ടല്ല. ആ ഒരു വിഷയത്തിന്റെ ഗൗരവം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം മനസ്സിലാക്കിയിട്ടില്ല. ഇവരിതെല്ലാം കേന്ദ്രത്തിന്റെ പെടലിക്ക് വെച്ചിട്ട് കൈ കഴുകുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഉദാഹരണത്തിന് മിനിഞ്ഞാന്ന് നിയമസഭയിൽ ഒരു പുതിയ പ്രമേയം അവതരിപ്പിച്ചു. അതിനെപ്പറ്റി പല ചർച്ചകൾ നടന്നു. എന്താ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത്? ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അധികാരം CCF കൊടുക്കണം. ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ തന്നെ സെക്ഷൻ 11(1) പ്രകാരം മനുഷ്യജീവന് ഹാനികരമാകുന്ന ഷെഡ്യൂൾ 1-ൽപ്പെട്ട ആനയും കടുവയും പുലിയും അടക്കമുള്ള ജീവികളെ വെടിവെച്ചാൽ ഉത്തരവിടാൻ പറ്റും. ഇപ്പം വയനാട്ടിലെ ആന ബേലൂർ മക്കന ആളെ കേരളത്തിൽ കൊന്നിട്ടുണ്ട്, അത് കർണാടകയിൽ കൊന്നിട്ടുണ്ട്. അതിന് 100% വെടിവെച്ച് കൊല്ലാൻ നിയമമുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ഉത്തരവിടാം. അയാളത് ചെയ്യാതെ അതിന് CCF അധികാരം കൊടുത്തിട്ട് എന്താ കാര്യം? അതുപോലെ തന്നെ സെക്ഷൻ 62 പ്രകാരം വെർമിനന്റ് ഡിക്ലെയർ ചെയ്യണം എന്നുള്ള ഡിമാൻഡ് അത് കേന്ദ്രമാണ് ചെയ്യേണ്ടത്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. 2-3 വർഷമായിട്ട് കേരളം ആവശ്യപ്പെടുന്ന കാര്യമാണ്, കേന്ദ്രം തന്നിട്ടില്ല. അത് തീർച്ചയായിട്ടും നീതികേടാണ്. പക്ഷെ കേരളത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഈ സെക്ഷൻ 11(1)(b) പ്രകാരമാണ് ഈ ഷെഡ്യൂൾ 2-ൽപ്പെട്ട ജീവികളെ വെടിവെച്ച് കൊല്ലാൻ പറ്റുന്നത്. അത് കിഫ തന്നെ, ഞങ്ങൾ തന്നെ കേരള ഹൈക്കോടതിയിൽ 2021 ഫയൽ ചെയ്തൊരു കേസുണ്ട് ഈ കാട്ടുപന്നി വെർമിനാക്കണമെന്ന് ബന്ധപ്പെട്ട്. അതിന്റെ ഒരു ഇന്റർവ്യൂ ഓർഡർ ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ കേസ് പോയ 6 കർഷകർക്ക് അത് ഏത് രീതിയിലും ഈ കാട്ടുപന്നിയെ കൊല്ലാനുള്ള പെർമിഷൻ ഉണ്ട്. ആ ഒരു വിധി കേരളത്തിലെ മുഴുവൻ കർഷകർക്കും ബാധകമാക്കിക്കൊണ്ട് സർക്കാരിന് ഉത്തരവിട്ട് കഴിഞ്ഞാൽ കാട്ടുപന്നി പ്രശ്നത്തിന് വളരെ വലിയ രീതിയിലൊരു പരിഹാരമാവും. അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഞാൻ വനമന്ത്രി ശശീന്ദ്രനെ നേരിട്ട് കണ്ടാണ്, 2 തവണ നേരിട്ട് കണ്ട് ഈ വിഷയം ആവശ്യപ്പെട്ടതാണ്. അദ്ദേഹം അത് പരിഗണിക്കാമെന്ന് പറഞ്ഞല്ലാതെ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നില്ല. അപ്പൊ ഇവിടുത്തെ പ്രശ്നം ഈ നിയമ പ്രശ്നങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നു. കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതിലൊരു സംശയമില്ല. ഇന്നലെ കിഫ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 20 കർഷക അവകാശ പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും പറയുന്നത് ഈ നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതികളാണ്. അതായത് വനത്തിന് വെളിയിൽ എന്തിനാണ് വന്യമൃഗങ്ങൾക്ക് സംരക്ഷണം? വളരെ ലളിതമായ ചോദ്യമല്ലേ? നിലവിലെ നിയമപ്രകാരം വനത്തിന് വെളിയിൽ എല്ലാ ജീവികൾക്കും സംരക്ഷണമാണ്. കാട്ടുപന്നിക്കും കുരങ്ങിനും ആനയ്ക്കും കടുവയ്ക്കും ഒരേ രീതിയിലുള്ള സംരക്ഷണം. അങ്ങനെയല്ല, ഓരോ ജീവികൾക്കും അതിൻ്റെതായിട്ട് പ്രാധാന്യമില്ലേ? ഞങ്ങൾ പറയുന്ന പോയിന്റ് ഇതാണ്, സംരക്ഷണം ആവശ്യമുള്ള ജീവികൾക്ക് മാത്രമേ സംരക്ഷണത്തിന്റെ ആവശ്യമുള്ളൂ. ലോകം മുഴുവൻ അങ്ങനെയാണ്. ഈ കാട്ടുപന്നിക്ക് കുരങ്ങിനും എന്തിനാ സംരക്ഷണം കൊടുക്കുന്നത്? അത് പെസ്റ്റിന്റെ വളർന്ന് പെരുകി കീടത്തിന്റെ നിലവാരത്തിലേക്ക് ഈ പറയുന്ന കാട്ടുപന്നിയും കുരങ്ങും മലയെണ്ണാൻ അടക്കമുള്ള ജീവികൾ മാറിയിരിക്കുകയാണ്. വയനാട്ടിൽ ഒരാഴ്ച മുമ്പ് മലയെണ്ണാന്റെ ആക്രമണത്തിൽ 3 ആദിവാസി സ്ത്രീകൾക്ക് പരിക്ക് പറ്റി അവർ വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ശരി, ഞാൻ അതിലേക്ക് വരാം. ശ്രീ ശിവരാജൻ കൂടി നമുക്ക് പോകുന്നുണ്ട്. ശ്രീ ശിവരാജൻ, ഒരു എക്സ്ട്രീമായ സ്റ്റാൻഡാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഈ എണ്ണപ്പെരുക്കം കൊണ്ട് വലിയ ശല്യമായി മാറുന്ന ജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിനെ കുറിച്ച്, അതേക്കുറിച്ചൊക്കെ വിഷയത്തിൽ വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. എങ്കിലും ഈ കർഷകരുടെ പ്രതിസന്ധി എന്നത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് അഡ്രസ് ചെയ്യേണ്ട വിഷയമാണല്ലോ. ഇപ്പോൾ താങ്കളുടെ പാലക്കാട്ട് നിന്നുള്ള ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ സ്ക്രീനിൽ കണ്ടതാണ്. കഴിഞ്ഞ കുറേ ദിവസമായി ഈ പുതുച്ചേരി മേഖലയിലൊക്കെ കൊയ്യാൻ പാകമായി കിടക്കുന്ന വയലുകളിൽ ആനക്കൂട്ടം ഇറങ്ങുകയാണ്. പാട്ടത്തിനടുത്തും മറ്റും കൃഷി ചെയ്ത ആളുകളാണ്. വലിയ കാര്യമായ ധനശേഷിയൊന്നുമില്ലാതെ ജീവിക്കാൻ വേണ്ടി ഏക്കർ കണക്കിന് പാടങ്ങളിൽ കൃഷി ചെയ്യുന്ന സാധാരണ കർഷകരാണ്. പാടത്തിന് വലിയ വലിപ്പമുണ്ട് എങ്കിലും അവിടെയൊക്കെ കൊയ്യാൻ പോലും കഴിയാത്ത സാഹചര്യം തുടരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ? അവിടെയുള്ള ഒരു RRT സംഘമാണ്. അവർ മലമ്പുഴയിൽ ആന ഇറങ്ങിയെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകും, പുതുശ്ശേരിയിൽ ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. ഇതാണ് അവരുടെ അവസ്ഥ. ഈ സംവിധാനം വെച്ച് എങ്ങനെ കർഷകരെ രക്ഷിച്ച് മുന്നോട്ട് പോകാനാകും? പാലക്കാട് മേഖലയിൽ എന്നല്ല, പല പ്രദേശങ്ങളിലും ഇത്തരം സംഭവങ്ങളാവുമ്പോൾ ഇതൊരു പ്രഹസനമായിട്ട് മാത്രം പോവുകയാണ്. അത്യാവശ്യം പടക്കം പൊട്ടിക്കുകയും അതല്ലെങ്കിൽ ഇങ്ങനെ കൂക്കി വിളിക്കുകയും ചെയ്തുകൊണ്ട് വന്യമൃഗങ്ങളെ താൽക്കാലികമായി ആട്ടി ഓടിക്കാം എന്നല്ലാതെ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കാലാകാലങ്ങളായിട്ട് നമുക്ക് ഇതുവരെ കഴിഞ്ഞില്ല. പോകുക എന്നല്ലാതെ അതിനെന്താണ് പരിഹാര മാർഗം എന്ന് വിദഗ്ധന്മാരുമായിട്ട് ആലോചിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ഈ കഞ്ചിക്കോട് മേഖലയിൽ സ്ഥിരം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ പ്രദേശങ്ങളിൽ നെല്ല് കൊയ്ത് സൂക്ഷിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. എങ്ങനെ കൃഷിക്കാർ ഇതുമായിട്ട് മുന്നോട്ട് പോകും? അവർക്ക് മറ്റു നിവൃത്തി ഇല്ലാതെ മാത്രമാണ്, അല്ലാണ്ട് ഇതിന്റെ ഒരു ആദായം കൊണ്ടല്ല കൃഷി ചെയ്യുന്നത്. അവരുടെ ഉപജീവന മാർഗം ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളത് കൊണ്ട് ഈ പാടശേഖരങ്ങളിൽ എങ്ങനെയെങ്കിലും വിളവിറക്കി അത് സംരക്ഷിച്ചെടുക്കാനുള്ള പെടാപ്പാട് അത് ചില്ലറയല്ല. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ, അപകടങ്ങൾ ഉണ്ടാകുമ്പോഴോ അതല്ലെങ്കിൽ മരണങ്ങൾ സംഭവിക്കുമ്പോഴോ മാത്രം ഇത് ചർച്ച ചെയ്യപ്പെടുകയും അത് കഴിയുമ്പോൾ അത് ഒഴിവായി പോകുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് നിലവിലുള്ളത്. അതൊരിക്കലും ആശാസ്യമല്ല. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പൊ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ ഇതിന്റെ വിസ്തൃതി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പരമാവധി കൃഷിക്കാരെ സഹായിക്കാനും സംരക്ഷിക്കാനും അവർക്ക് വേണ്ട മറ്റു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ഗവൺമെന്റ് എന്തുകൊണ്ടോ വിമുഖത കാണിക്കുന്നു എന്നാണ് ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെയേറെ ഇത്തരത്തിലുള്ള പന്നികളുടെയും അതുപോലെ തന്നെ ശ്രീ ശിവരാജൻ, കൃഷിനാശത്തിലൂടെ ഉണ്ടാകുന്ന നഷ്ടം അതിന്
ഒരു മാന്യമായ തുക നഷ്ടപരിഹാരമായി നൽകുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം മന്ത്രി ഏറ്റവും ഒടുവിൽ നിയമസഭയിൽ വച്ച കണക്കിൽ പറയുന്നത് 6843.98 ലക്ഷം രൂപ കഴിഞ്ഞ 8 വർഷമായി കൃഷിനാശത്തിലൂടെ ഉണ്ടായ നഷ്ടമായി കണക്കാക്കുന്നു എന്നതാണ്. അതിൽ കഴിഞ്ഞ വർഷം 2023 247 ലക്ഷം രൂപ, അതിന് തൊട്ട് മുൻപ് 2069 ലക്ഷമാണ്. ഈ കണക്കുകളിൽ തന്നെ ഓരോ വർഷവും വലിയ വ്യത്യാസമൊക്കെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു 2 വർഷം ഉയർന്നു നിൽക്കുന്നു? 22-21 വളരെ കുറവാണ് കാണിക്കുന്നത്, അതിന് മുമ്പും വളരെ കുറവാണ് കാണിക്കുന്നത്. ശരിയായ അസസ്മെന്റ് നടക്കുന്നുണ്ടോ? കർഷകന് എത്രത്തോളം നഷ്ടമുണ്ടായി എന്ന്, അതിന് കൃത്യമായ നഷ്ടപരിഹാരം നൽകാൻ വ്യവസ്ഥയുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് 2015-2016 സാമ്പത്തിക വർഷത്തിൽ പാലക്കാട് ജില്ലയെ വരൾച്ച ബാധിത ജില്ലയായിട്ട് പാലക്കാട് പ്രഖ്യാപിച്ചു അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം ഇവിടെ പാലക്കാട് വന്ന് പറഞ്ഞു, ഏറ്റവും കൂടുതൽ വരൾച്ച ഈ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇതിന്റെ എല്ലാ നഷ്ടപരിഹാരവും തരും എന്ന് പാലക്കാട് പറഞ്ഞു പോയത്. വളരെ നാമമാത്രമായ കൃഷിക്കാർക്കാണ് അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടിയത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ഈ ഉപദ്രവം കൊണ്ട് ഒരുപാട് കൃഷിനാശം, ഇപ്പോൾ കൃഷി പൂർണ്ണമായിട്ട് നശിപ്പിച്ചാലും അവർക്ക് വേണ്ട പരിഗണനയോ അതല്ലെങ്കിൽ അവരുടെ ആവശ്യമായ നഷ്ടങ്ങൾ കൃത്യമായിട്ട് കണക്കാക്കുകയോ ചെയ്ത് ഒരു തരത്തിലും അവർക്ക് ഒരു ഗുണവും കിട്ടാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് കഴിഞ്ഞകാല അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത് അപേക്ഷ കൊടുക്കാൻ തന്നെ ഇപ്പോൾ കർഷകർക്ക് മടിയാണ്. ആ സമയം പോലും വേസ്റ്റായി എന്നുള്ളതാണ് ഇപ്പോൾ അതിന്റെ അനുഭവസ്ഥന്മാർ പറയുന്നത്. പലപ്പോഴും ഇത് കൊടുക്കുമ്പോഴും അത് പരിഗണിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട വിധത്തിൽ എത്ര നഷ്ടം ഉണ്ട് എന്ന് ഉദ്യോഗസ്ഥന്മാർ കണക്കാക്കാതെ ഒരു നാമമാത്രമായ ഏതെങ്കിലും അപൂർവം ചില ആളുകൾക്ക് അത്തരത്തിലുള്ളതാണ് അവരുടെ നഷ്ടം പരിഗണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും ഈ രംഗം വിടുകയാണ്. ഇപ്പൊ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തന്നെ വളരെയേറെ കുറവ് വിസ്തൃതിയെ ഇന്നും പാലക്കാട് ഈ നെൽകൃഷി മേഖലയിലുള്ളൂ. 8.76 ലക്ഷം ഹെക്ടർ പോയി ഇന്ന് 2 ലക്ഷത്തിൽ താഴെയായിട്ട് വളരെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. എല്ലാവരും തരിശു നിലങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനുള്ള സബ്സിഡികൾ കൊടുത്ത് ഗവൺമെന്റ് ഈ രംഗത്തേക്ക് പരിപോഷിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഇന്ന് 2 ലക്ഷത്തിൽ താഴെ ഹെക്ടറിൽ മാത്രമായി ഈ നെൽകൃഷി കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. എന്താണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം? അതിന് എങ്ങനെ അവർക്ക് സഹായങ്ങൾ എത്തിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ചയില്ല. മറിച്ച് ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് പദ്ധതികൾ പ്രഖ്യാപിച്ച് ഗവൺമെന്റ് മുന്നോട്ട് പോകുക. അത് പ്രായോഗിക തലത്തിൽ കൃഷിക്കാരന് അത് ഗുണം ചെയ്യുന്നില്ല എന്നാണ് കഴിഞ്ഞകാല അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ മേഖലയിൽ ഉണ്ടാകുന്ന യഥാർത്ഥ പ്രശ്നം എന്ത്, അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ചർച്ചയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പ്രായോഗികമായ ചിന്തയും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ രംഗത്ത് പ്രായോഗികമായ ചിന്ത ഉണ്ടാകേണ്ടത് എന്നതാണ് വളരെ പ്രധാനം. ശ്രീ അലക്സ് ഒഴുകയിൽ, പ്രായോഗികമായ സമീപനം വേണം എന്നത് ഏറെക്കാലമായുള്ള കർഷകരുടെ ആവശ്യമാണ്. പ്രായോഗികം എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രീയമായ സമീപനം കൂടിയായിരിക്കണമല്ലോ. ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, മനുഷ്യന് മാത്രമല്ല എന്ന സാമാന്യ യുക്തി കൂടി പ്രയോഗിച്ചു വേണമല്ലോ വന്യജീവികളെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ. ഈ കഴിഞ്ഞ 9 വർഷത്തെ 55,000-ൽ പരം വന്യജീവി ആക്രമണങ്ങളിൽ 909 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് സർക്കാരിൻ്റെ പക്കലുള്ള കണക്ക്. ഒരു പക്ഷേ അതിൽ നിന്ന് അല്പം കൂടെ കൂടിയേക്കാം, അനൗദ്യോഗികമായി ഇതിൽ ചേർക്കപ്പെടാതെ പോയ എണ്ണമൊക്കെ ഉണ്ടായിരിക്കാം. അതിൽ 706 മരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്ക് 706 പേർക്കാണ് ധനസഹായം, കുടുംബങ്ങൾക്കാണ് ധനസഹായം നൽകിയത്. അതായത് വന്യജീവി ആക്രമണങ്ങളിൽ മരിച്ച എല്ലാവർക്കും ധനസഹായം നൽകാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. കൃഷിനാശത്തിൻ്റെ കണക്കുമൊക്കെ സമാനമായ സ്വഭാവമുള്ളതാണ്. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ വയനാട്ടിലടക്കം പുതിയ മൃഗങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നു, അവരുടെ ശല്യമുണ്ടാകുന്നു. ഇതുവരെ ആ പ്രദേശത്ത് കാണാത്ത മൃഗങ്ങളൊക്കെ കാടിറങ്ങി വരികയാണ്, അല്ലെങ്കിൽ അവരുടെ എണ്ണപ്പെരുക്കം ഉണ്ടാവുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ ആലോചിക്കുന്ന പോലെ ഫെൻസിങ് അടക്കം, അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായി എന്ത് ചെയ്യാൻ കഴിയും? എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കാൻ കഴിയുക? രതീഷ്, ഇതിനകത്ത് ഫെൻസിങ്, കിടങ്ങ്, മതില് ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങളാണ്. ഇതൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ആനയ്ക്കെതിരെ നോക്കുകയാണെങ്കിൽ നമ്മൾ വിജയിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു മോഡൽ ആറളം ഫാമിന്റെ ഭാഗത്ത് നടത്തിയിട്ടുള്ള ആറളം വന്യജീവി സങ്കേതത്തിന്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ കേളകം പഞ്ചായത്തിൽ അടക്കാത്തോട് ഭാഗത്ത് കൊണ്ടുവന്നിട്ടുള്ള ആനമതിലാണ്. പക്ഷെ അതിന് 13 കിലോമീറ്ററാണ് അതിന്റെ നീളം. 10 വർഷം മുമ്പ് പണിതാണ്. 1 കിലോമീറ്റർ അന്ന് 1.5 കോടി രൂപ ചെലവായത്. അത് ഏകദേശം പരിപൂർണമായിട്ട് ഫലപ്രദമാണെന്ന് പറയാം. വളരെ ചുരുങ്ങിയ ഇൻസിഡൻസ് ആനമതിൽ ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ടാകും. പക്ഷെ കേരളം മുഴുവൻ ആനമതിൽ കെട്ടാൻ പറ്റുമോ? സാധ്യമല്ല. വയനാട്ടിലെ സാഹചര്യത്തിലും സാധ്യമല്ല. കാരണം അതിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ടെറൈൻ ഉണ്ടെങ്കിൽ ആനമതിൽ പോലുള്ള കാര്യങ്ങൾ ഫലപ്രദമാകുള്ളൂ. ഈ വേലി എന്ന് പറയുന്നത് 1 വർഷം അല്ല 1.5 വർഷം അത് മെയിൻറ്റെയിൻ ചെയ്യാതെ അത് കാട് പിടിച്ച് അത് കേടായി പോകുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ ചെറിയ മൃഗങ്ങളെ മലയണ്ണാനെ എങ്ങനെയാ? മലയണ്ണാനെ വേലി കെട്ടി തടയാൻ പറ്റും? കുരങ്ങിനെ വേലി കെട്ടി തടയാൻ പറ്റും? ഇല്ലല്ലോ. കാട്ടുപന്നി വേലി കെട്ടി തടയാൻ പറ്റും? വേലി എന്ന് പറയുന്ന ആന കാട്ടുപോത്തൊക്കെ ഒരുപക്ഷെ തടയാൻ പറ്റുമായിരിക്കും. പക്ഷെ മറ്റു ചെറിയ മൃഗങ്ങളുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ വേലി കെട്ടല്, സോളാർ ഫെൻസിങ്, ട്രെഞ്ച് കുഴിക്കല്, ഇതൊക്കെ എന്താ പറയുക, ക്യാൻസർ രോഗത്തിന് പാരസെറ്റമോൾ കഴിക്കുന്ന പോലത്തെ ഏർപ്പാടുകളാണ്. അതൊന്നും വന്യമൃഗ ശല്യത്തിനുള്ള ശാശ്വതമായ പരിഹാരമല്ല.
ഞങ്ങൾ കൃത്യമായിട്ട് നേരത്തെ 3 വർഷം മുമ്പ് ഗിഫ് പറഞ്ഞു തുടങ്ങി അതേ സ്റ്റാൻഡ് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ളതും പ്രായോഗികമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് വന്യജീവികളുടെ ക്യാരിയിങ് കപ്പാസിറ്റി, വനത്തിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി നിർണ്ണയിക്കണം. വാഹക ശേഷി, എത്ര വന്യജീവികളെ കേരളത്തിലെ വനത്തിൽ ഉൾക്കൊള്ളാൻ പറ്റും, അതായിരിക്കണം അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ദൗർഭാഗ്യവശാൽ KFRI പോലെയുള്ള ശാസ്ത്രീയ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്, ഡെറാഡൂണിൽ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഉണ്ട്. ഇങ്ങനെയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഈ വാഹക ശേഷിയുമായി ബന്ധപ്പെട്ട് യാതൊരു പഠനങ്ങളും നടത്തിയിട്ടില്ല. ഉദാഹരണം ആനയുടെ കാര്യം ഞാൻ പറയാം. ഇന്ത്യയിൽ മൊത്തം 30,000 ആനകളുണ്ട്. കേരളത്തിൽ 6,000 ആനയുണ്ട്, കർണാടകയിൽ 6,000 ആനയുണ്ട്, തമിഴ്നാട്ടിൽ 3,000 ആന. 15,000 ആനകൾ ഈ കേരള, തമിഴ്നാട്, കർണാടക മൊത്തം ലാൻഡ്സ്കേപ്പിലാണ്. കേരളത്തിന്റെ 4 ഇരട്ടി വനമുണ്ട് കർണാടകയിൽ, അവിടെ 6,000 ആനയുള്ളൂ. കേരളത്തിൽ അത്രയും ആനകളുണ്ട്. അപ്പൊ ഇതിന്റെ ഡെൻസിറ്റി എത്രയാ? എന്ന് മാത്രമല്ല ഈ ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യും. ഇപ്പൊ ബേലൂർ മക്കന തന്നെ സക്ലേഷ്പൂർ എന്ന് പറയുന്ന കർണാടകയിലെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് പിടിച്ച ആനയാണ്. അവിടെ 45 ആളുകളെയാണ് 4 വർഷം കൊണ്ട് ആനകൾ കൊന്നത്. അവിടെ ശരി, 27 ഇതാണ് ആ ആനകളെ കണക്കുകൾ. ആ കർണാടകയിൽ കണക്കുകൾ എന്ന് പറയുന്നത് അത് പേടിപ്പിക്കുന്ന കണക്കുകളാണ്, ഭീതി ഉണ്ടാക്കുന്ന കണക്കുകളാണ്. സ്വാഭാവികമായും താങ്കൾ പറഞ്ഞ പുതിയ പുതിയ നിർദ്ദേശങ്ങളും പഠനങ്ങളും ഒക്കെ അനിവാര്യമായി വരികയാണ്. അത് നമ്മുടെ ഏജൻസികൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന വളരെ സിമ്പിളായ ചോദ്യമാണ് കർഷകരും ഒക്കെ ചോദിക്കുന്നത്. വന്യജീവി പിടിയിൽ നിന്ന് കർഷകരെ രക്ഷിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക? ശ്രീ ശിവരാജനും ഒപ്പം അലക്സ് ഒഴുകയിലും നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ ശിവരാജൻ, നേരത്തെ അലക്സ് ഒഴുകയിൽ സംസാരിച്ചപ്പോൾ അല്പം തീവ്രമായി തന്നെ അതേക്കുറിച്ച് അദ്ദേഹത്തിന് അതിനൊരു ശാസ്ത്രീയമായൊരു വാദഗതി കൂടിയുണ്ട്. കാടിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര മൃഗങ്ങളെയല്ലേ കാട്ടിൽ ഉൾക്കൊള്ളാൻ കഴിയൂ, അതേക്കുറിച്ച് പഠനം നടത്തണം. അതിനപ്പുറമുള്ളതിനെ ഇപ്പോൾ ഫെൻസിങ് വെച്ചൊന്നും തടയാൻ കഴിയില്ലല്ലോ. കാട്ടുപന്നിയെയും ആനയും ഒക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാം. മറ്റുള്ളവയെ എന്ത് ചെയ്യും? അപ്പോൾ ഒരു ഉന്മൂലനം അനിവാര്യമായി വരുന്നു എന്ന വളരെ തീവ്രമായൊരു സ്റ്റാൻഡ് എടുക്കുകയാണ്. താങ്കളുടെയും താങ്കളുടെ സംഘടനയുടെയും ഒക്കെ അഭിപ്രായം എന്താണ്? ഈ ഉപദ്രവകാരികളായ കൃഷി നശിപ്പിക്കുന്ന വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഇതുവരെ അനുവർത്തിച്ച നയം മാത്രം മതിയോ, അതോ കുറെ കൂടി തീവ്രമായ നിലപാട് സ്വീകരിക്കേണ്ടി വരുമോ? നിയമപരമായി അതിനൊക്കെയുള്ള സാധ്യത നമ്മുടെ നാട്ടിലുണ്ടോ? തീർച്ചയായും നിയമം അനുശാസിക്കുന്നില്ലെങ്കിലും അതിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ അവരുടെ വന്യമൃഗങ്ങളുടെ വംശവർദ്ധന വളരെയേറെ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നിയന്ത്രിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലെങ്കിലും അവർക്ക് വേണ്ട ഭക്ഷണം ഈ വനപ്രദേശങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ഒരു ആലോചനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. വെള്ളമാണെങ്കിലും മറ്റു ഭക്ഷ്യവസ്തുക്കളും ഇന്ന് നാട്ടിലിറങ്ങി സുലഭമായിട്ട് ഭക്ഷിക്കുന്ന ഒരവസ്ഥ. കാട്ടുപന്നിയാണെങ്കിലും അതുപോലെ തന്നെ ആനയാണെങ്കിലും അവരൊക്കെ വ്യാപകമായിട്ട് നാട്ടിലിറങ്ങി വിലസുന്ന ഒരു സ്ഥിതിയുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്ത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വരെ ആനയെത്തിയ ഒരു ചരിത്രമുണ്ട്. മലമ്പുഴയിൽ സന്ദർശകരായി ആന മാറിക്കൊണ്ടിരിക്കുന്നു കവ പോലുള്ള പ്രദേശങ്ങളിൽ. അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കാൻ, അതല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം വന അതിർത്തിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഗവൺമെന്റിന് ഒരു പരിശ്രമം നടത്തിയാൽ അത് കുറച്ചുകൂടി ഗുണകരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വംശവർദ്ധനവ് വളരെയേറെ കൂടുന്നതിനനുസരിച്ച് വനത്തിന്റെ വിസ്തൃതി കൂട്ടാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല എന്നാണ് കേരളത്തിന്റെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും വളരെ ഡിബേറ്റബിൾ ആയ പോയിന്റ്സ് ആണ്. പലർക്കും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകാം. നമ്മുടെ നിലവിലെ നിയമവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒട്ടേറെ പരിമിതികളുണ്ട്, അല്ലെങ്കിൽ നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ പരിശോധനകളും ചർച്ചകളും ഒക്കെ ആവശ്യമാണ്. ശ്രീ അലക്സ് ഒഴുകയിൽ, താങ്കൾ പറഞ്ഞ അഭിപ്രായത്തിലടക്കം. എങ്കിലും വളരെ പ്രധാനം കർഷകനെ നിലനിർത്തുക എന്നതാണ്, അവൻ്റെ കൃഷിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, അവൻ്റെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാകുമ്പോൾ കൂടുതൽ ശാസ്ത്രീയമായ ഇടപെടൽ അനിവാര്യമായി വരികയാണ്.